പണ്ട് കാലത്ത് ശബരിമല യാത്ര ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾക്കാണെങ്കിൽ വളരെ ദുർഘടം പിടിച്ച യാത്രയാണ് ശബരിമല. ഇപ്പോഴത്തെ പോലെയല്ല. അന്നേരം സ്ത്രീകൾ ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമല്ല. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പമ്പയിലും ഇവിടെയൊക്കെ ഈറിനോടെ കുളിച്ച് മാറുമ്പോൾ ആ സ്ത്രീയുടെ നഗ്നാവസ്ഥ കാണുന്ന സമയത്ത് ഈ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് ഈ 41 ദിവസം കടിച്ചു പിടിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഇത് ബുദ്ധിമുട്ടാവും. ആ ഒരു കാരണം കൊണ്ടാവാം ഇതിനെ മാറ്റി നിർത്തുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ 41 ദിവസമാണ് വിഷയമെങ്കിൽ പല ക്ഷേത്രങ്ങളിലും ഇന്ന് സ്ത്രീകൾ പോകുന്നുണ്ട്. ചില ആൾക്കാർ മെൻസസ് ആകുന്ന സമയത്ത് പീരീഡ്സ് മാറി നിൽക്കാനുള്ള ഗുളിക കഴിച്ചിട്ട് പോകുന്ന എത്രയോ സ്ത്രീകളുണ്ട്. അങ്ങനെ അത് മാത്രമാണ് കാരണമെങ്കിൽ ഇവർ ഗുളിക കഴിച്ചിട്ട് പോയിക്കൂടെ. പക്ഷെ ഇത് ഞാനൊരാൾ പറയേണ്ട കാര്യമല്ല. ഇന്ന് തന്ത്രി സമൂഹങ്ങളും ഭക്തജനങ്ങളും ചേർന്ന് എടുക്കേണ്ട ഒരു ഡിസിഷനാണ് എന്ത് ചെയ്യണമെന്നുള്ളത്. കാരണം പണ്ട് കാലത്ത് അവർണർക്ക് പൂജ ചെയ്യാൻ പാടില്ല, ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല എന്നൊക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്ത് പൂജ ചെയ്യാനും പൂജ പഠിപ്പിക്കാനും ഒക്കെ വളരെ ശ്രേഷ്ഠരായിരിക്കുന്ന ആചാര്യന്മാർ ഉണ്ടായിരുന്നു. ഇതൊരു കോടതി വിധിയിൽ കൂടി വരേണ്ട കാര്യമല്ല. ഒരു താന്ത്രിക വിധിപ്രകാരം നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഒരു 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 സൊസൈറ്റി അല്ലെ ഒരു സമൂഹം മാറുന്നതനുസരിച്ച് അപ്ഡേറ്റഡ് ആകുമല്ലോ. ഒരു പുതിയ പുതിയ കാര്യങ്ങൾ ആൾക്ക് ഉൾക്കൊണ്ട് നേരത്തെ പറഞ്ഞു അവർക്ക് നേരത്തെ പൂജ ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ലാത്ത സ്ഥിതിയിൽ നിന്ന് ഇന്ന് ഇത് രണ്ടും പോസിബിൾ ആകുന്ന സിറ്റുവേഷനിലേക്ക് സമൂഹം മാറിയില്ലേ. അപ്പൊ അതനുസരിച്ച് പറയുകയാണെങ്കിൽ ഈ ശബരിമലയിൽ ആളൊരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ശബരിമല പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. മലയരയന്മാരുടെ ക്ഷേത്രമാണെന്ന് പറയുന്നത്. മലയരയന്മാരുടെ ക്ഷേത്രമാണെങ്കിൽ സ്ത്രീ പ്രവേശനത്തിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. താന്ത്രിക ക്ഷേത്രമാണെങ്കിൽ താന്ത്രിക ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ സ്ത്രീകൾ പൂജിക്കുന്ന ക്ഷേത്രങ്ങളില്ലേ, ഇപ്പം മണ്ണാർശാലയൊക്കെ സ്ത്രീകളാണ് പൂജിക്കുന്നത്, സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ക്ഷേത്രങ്ങളാണ്. അപ്പൊ അവിടെ ഭക്തജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ് അത് എന്ത് വേണം, അവർക്ക് കയറണോ വേണ്ടയോ. ഇനി കയറണമെങ്കിൽ തന്നെ അതൊരു ഭക്തജനങ്ങൾ ഒരു കൂട്ടായ ഒരു പരിവർത്തനത്തിൽ കൂടി വരേണ്ട ഒരു ഇതാണ്. അല്ലാതെ ഒരു ഗവൺമെന്റ് ബോഡിയോ പോലീസോ കോടതിയോ ഒന്നും ചെയ്യേണ്ട. ഇപ്പം നമ്മൾ ശബരിമലയിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് നിന്റെ ദൈവം നിന്റെ അകത്ത് തന്നെയാണ് എന്നുള്ളൊരു ഒരു ഒരു കാര്യം വിളിച്ചോതുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ അകത്ത് ഈശ്വരൻ എൻ്റെ അകത്ത് തന്നെയാണെങ്കിൽ ഒരു സ്ത്രീക്കകത്തും ഈശ്വരൻ കാണില്ലേ? തീർച്ചയായും ഉണ്ട്. സ്ത്രീയും ഈശ്വരൻ തന്നെയാണ്. ഈ തരത്തില് അപ്പം വ്യാഖ്യാനിക്കപ്പെടുകയാണ്. അതായത് ചില ഇപ്പം താന്ത്രിക വിധിപ്രകാരമുള്ള ക്ഷേത്രമാണെന്ന് പറയുന്നുണ്ട്. അപ്പം ആ ഒരു ആൾക്കാരുടെ മാത്രം ഇഷ്ടത്തിനനുസരിച്ച് വരുന്നതാണോന്ന് പലതും മാറ്റുന്നതാണ്. ഇപ്പൊ നമ്മള് ഈ സംസാരിക്കുന്ന ഈ സമയത്തും ഈ ഇതിനെ പറ്റിയിട്ടുള്ള തർക്കങ്ങൾ നടക്കുന്നു, പലതരത്തിലുള്ള തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ആചാരങ്ങളെ പറ്റിയിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പം ചില വാബരനാണോ എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒരു ശബരിമലയ്ക്ക് മാലയിടുന്ന ഒരു വ്യക്തി ഞാൻ അയ്യപ്പനാണെന്നുള്ള ബോധത്തിലാണ് മാല ധരിക്കുന്നത്. ഞാൻ അയ്യപ്പനാണെങ്കിൽ എനിക്ക് സ്ത്രീയും വിഷയമല്ല. കാരണം സ്ത്രീയെ നമ്മൾ മാളികപ്പുറം എന്നാണ് പറയുന്നത്. സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും മാളികപ്പുറം. സ്വാമിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം എരുമേലി പേട്ടതുണ്ടെന്ന് നമ്മൾ ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട്. സ്വാമി എന്റെ അകത്വവും തോം, അയ്യപ്പൻ നിന്റെ അകത്വവും തോം. സ്വാമി എന്റെ അകത്തും അയ്യപ്പൻ നിന്റെ അകത്തും. ഇപ്പൊ തിന്തകത്വമായി. സ്വാമി എന്റെ അകത്തും അയ്യപ്പൻ നിന്റെ അകത്തും ആണെങ്കിൽ അവിടെ വാപരനായാലും ഒരു സ്വാമിയെ സംബന്ധിച്ച് എന്താണ് വിഷയം? അല്ല, അപ്പം ഈ പറയുന്ന പോലെ ഇത് ആചാരത്തിന്റെ ഭാഗമായിട്ട് തന്നെ വന്നതാണെന്ന് തോന്നുന്നുണ്ടോ? ആചാരങ്ങൾ പണ്ടേ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞു, എല്ലാ ആചാരങ്ങളും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയില് കെട്ടിനകത്ത് കറുപ്പ് വെക്കുമായിരുന്നു. അത് വെക്കാൻ പാടില്ല, നിയമപരമായിട്ട് നിരോധിക്കപ്പെട്ട സാധനമാണ്. പണ്ട് വർഷത്തിൽ ഒരു പ്രാവശ്യമായിരുന്നു നട തുറന്നുണ്ടായിരുന്നു. ഇപ്പം മാസാമാസം തുറക്കാൻ തുടങ്ങി. ഇപ്പം പണ്ട് മലയ്ക്ക് പോകണമെങ്കിൽ 41 ദിവസം വ്രതം എടുക്കുമായിരുന്നു. ഇപ്പം ഇന്ന് മാലയിട്ട് നാളെ മലയ്ക്ക് പോകും. പണ്ട് ഞാൻ ആ വരികൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, പണ്ട് കേട്ടിട്ടുണ്ടാവും. അയ്യപ്പന്റെ ഒരു ഭക്തിഗാനാണ്. ആ ഭക്തിഗാനത്തിൽ പറയുന്ന വരികൾ ഇതാണ്: അർത്തുങ്കൽ പള്ളിയിൽ മാലയൂരി എന്നൊക്കെ പറഞ്ഞൊരു വരിയുണ്ട്. പണ്ടുണ്ടായിരുന്നു. ഞാൻ കുറെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി, കണ്ടിട്ടില്ല. അത് കേട്ടിട്ടുണ്ടാവും. പണ്ട് കാലത്ത് മാല ഇടുന്നെന്ന് പറഞ്ഞാൽ മാല ഇട്ട് കഴിഞ്ഞാൽ
നമ്മൾ വീട്ടിൽ നിന്നാണ് കെട്ട് നിറയ്ക്കുക. വേറെ സ്ഥലങ്ങളിൽ പോയി കെട്ട് നിറയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള മഠത്തിൽ കെട്ട് നിറയ്ക്കും. കെട്ട് നിറച്ചു കഴിഞ്ഞാൽ നേരെ മാവൂർ പള്ളി അല്ലെങ്കിൽ നൈനാൻ പള്ളിയിൽ പോയി നമ്മൾ പ്രാർത്ഥിച്ച് എരുമേലിയിൽ നിന്ന് തൊഴുതതിന് ശേഷം അയ്യപ്പനെ ദർശനം നടത്തി, മാളികപ്പുറം ദർശനം നടത്തി തിരിച്ചു വന്ന് വീണ്ടും വ്രതം കണ്ടിന്യൂ ചെയ്യും. കണ്ടിന്യൂ ചെയ്തതിന് ശേഷം സെൻറ്റ് സെബാസ്റ്റ്യനോസ് പള്ളി അല്ലെങ്കിൽ വെളുത്തച്ഛൻ പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. ആ പള്ളി അർത്തുങ്കൽ പള്ളിയാണ്. ആ പള്ളിയിൽ പോയിട്ടാണ് മാല അയച്ചുകൊണ്ടിരുന്നത്. അതെന്താണ് അവിടെ പോയി പണ്ടത്തെ ഒരു രീതി അതായിരുന്നു. രീതിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ജാതിയും മതവും ഒന്നും ഇല്ല, എല്ലാം ഒന്ന് തന്നെയാണ് എന്നൊരു തിരിച്ചറിവ് മനുഷ്യന് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ ജാതിയും മതവും ഉണ്ട്. കാരണം എങ്ങനെ ഹിന്ദുക്കളെയും മുസ്ലിംസിനെയും ക്രിസ്ത്യൻസിനെയും എങ്ങനെ വിഭജിക്കാം എന്നാണ് ഇപ്പൊ ചിന്തിക്കുന്നത്. മനസ്സിലായി. ഇപ്പം ഈ പറയുന്ന പോലെ ഈ എല്ലാം അറിയുന്ന മനുഷ്യരാണ് അല്ലെ മലയാളികൾക്ക് എല്ലാത്തിനെ കുറിച്ച് വിവരമുണ്ടെന്ന് പറയുമ്പോഴും ഇങ്ങനത്തെ ചില കാര്യങ്ങൾ വേർതിരിവ് വരുത്തുന്നത് എന്തുകൊണ്ടായിരിക്കും? അതിന് എന്താ പറയാ, ഇപ്പൊ രാഷ്ട്രീയം എല്ലാം ഇപ്പൊ രാഷ്ട്രീയമാണ്. ഈശ്വരൻ പോലും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. കാരണം സോഷ്യൽ മീഡിയ ഇല്ലായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പം ഓരോ ആൾക്കാരും, ഞാൻ മതം പറയുകയല്ല, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് തട്ടം ഇല്ലായിരുന്നു. മറ്റേ തട്ടവും ഒരു ചെറിയൊരു തട്ടം മാത്രമേ ക്രിസ്തുവരെ മുസ്ലിംസ് അധികവരൊക്കെ എടുത്തിട്ട് വരുന്നുള്ളൂ. അന്നേരം ഈ പർദ്ദ അത്രത്തോളം വിപുലമായി അല്ല. ഇപ്പൊ പർദ്ദ വിപുലമായി. പിന്നെ ഓരോ ആചാര്യന്മാരുടെയും ഓരോ ഉസ്താദന്മാരുടെയും ഓരോ പടയലച്ചന്മാരുടെയും ഒക്കെ സ്പീച്ച് കേട്ട് കഴിഞ്ഞാൽ ഇത്രയും വർഗീയതയാണ് ഇവരൊക്കെ വിളിച്ച് ചൊല്ലുന്നു തോന്നിപ്പോകും. ചില ആൾക്കാർ വെറുതെ, ഞാൻ പറയുന്നത് നോക്കണ്ട, വെറുതെ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ക്രിസ്മസും ഓണാഘോഷവും ഒരുമിച്ച് പാടില്ല എന്ന് പറഞ്ഞൊരു മൊഴികാർ വരെയുണ്ട് നമ്മളെതിര്. ക്ഷേത്രങ്ങൾക്ക് ധനസഹായം ചെയ്യുന്നത് വേശ്യാലയത്തിന് ധനസഹായം ചെയ്യുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നും കംപ്ലൈന്റ് ചെയ്യാനോ ഒന്നിനും പ്രതികരിക്കാനോ ഹിന്ദു സമൂഹം ഇതുവരെ പോയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടം. തെറ്റാര് ചെയ്താലും, ഹിന്ദു ചെയ്താലും ക്രിസ്ത്യൻ ചെയ്താലും മുസ്ലിം ചെയ്താലും തെറ്റാണ്. തെറ്റ് തന്നെയാണ്.